കർത്താവിന് സ്തോത്രം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ സംസാരിക്കുന്ന നമ്മുടെ ആ തീമിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. I want to focus your attention to the theme that we have been thinking throughout this year. God has given us the theme to move forward. How to move forward? We have seen and why we need to move forward. We already discussed that in the beginning. Today, my focus, I want to talk about the dual dimension of the Spirit of God. Okay, or dual dimension in the person and ministry of the Spirit of God. That is what is my focus today. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുടെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ വിവിധ തലങ്ങൾ. കർത്താവിന് ഈ രണ്ട് തലങ്ങളും പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും കാണാം. വൈകാരിക തലവും കാണാം, ഈ ബോധ്യ തലവും കാണാം. കർത്താവിന് സ്തോത്രം. So we can see these two dimensions, the emotional dimension and convincible dimension in the person and the ministry of the Lord, of the Spirit of God. Holy Spirit minister that we need to understand. So he is not just ministering in the emotional realm only, but Holy Spirit ministers in the convincible realm of a person that we need to be aware of. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വൈകാരിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ ബോധ്യതലത്തിലും ശുശ്രൂഷിക്കുന്നവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രണ്ട് തലങ്ങളിലും കർത്താവിന് സ്തോത്രം തന്റെ ശുശ്രൂഷ ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം എങ്ങനെയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രകൃതം എങ്ങനെയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ കർത്താവിന്റെ നേച്ചർ എങ്ങനെയാണ്, ഈ രണ്ട് തലത്തിലും ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാം. ഇന്ന് പൽക്കാലം ഞാൻ സ്തോത്രം അതാണ് എന്റെ ഫോക്കസ്. കർത്താവിന്റെ സ്തോത്രം. ദാറ്റ് ഈസ് മൈ ഫോക്കസ് ടുഡേ. See, we will first see the person of the Spirit of God. So before that, let me just ദൈവത്തിന്റെ ആത്മാവ് പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒത്തിരി വാക്യം കാണാം. ഞാൻ ജസ്റ്റ് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യവും പുതിയ നിയമത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. I'll try to give you one verse. We will read Isaiah chapter 11 verse 2. യെശയ്യാ പ്രവചനം 11:2 വാക്യം. We will first look the person of the Spirit of God. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ രണ്ട് തലങ്ങളും കാണാം. പഴയ നിയമത്തിലൊരു വാക്യം യെശയ്യാവ് 11:2. Isaiah 11:2. We will see Holy Spirit as a person. വായിച്ചാട്ട്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെ ആത്മാവ് തന്നെ. താങ്ക് യു. നമ്മളിവിടെ മനസ്സിലാക്കുകയാണെങ്കിൽ we can see, if we look into the verse, we can see what we see there, the 7 attributes of the Spirit of God. You can see there the 7 attributes of the Spirit of God. You will see 7 adjectives there before the Spirit of God. Before the Spirit, 7 adjectives that talk about the 7 attributes of God, 7 like qualities of the Spirit of God. നമ്മൾ അവിടെ വായിച്ച വേദഭാഗം നോക്കുകയാണെങ്കിൽ നമുക്കവിടെ 7 ദൈവാത്മാവിന്റെ 7 ഗുണവിശേഷങ്ങളാണ് അവിടെ കാണുന്നത്. ദൈവാത്മാവിന്റെ 7 ഗുണവിശേഷങ്ങൾ. ഇനിയും ആ ഗുണവിശേഷങ്ങളെ പഠിച്ചാൽ അത് ദീർഘമായി പറയാനുള്ള അല്ല, ആ കമന്റ് അതൊന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. അവിടെ നമ്മൾ കാണുന്നത് ഈ 7 ഗുണവിശേഷങ്ങളും ഈ 2 തലത്തിൽ ഉൾപ്പെടുത്താം. ഏത് തലത്തിൽ? വൈകാരിക തലത്തിലും ബോധ്യതലത്തിലും ഉൾപ്പെടുത്താം. കാരണം അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ കണ്ടോ? ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്തോത്രം, ആലോചനയുടെ ആത്മാവ്, ഇതൊക്കെ എന്തെന്നറിയാമോ? ബോധ്യതലത്തിലുള്ളതാണ് ദൈവാത്മാവിന്റെ ഗുണം. അവിടെ തന്നെ എഴുതിയിരിക്കുന്നു ശക്തിയുടെ ആത്മാവ്, അത് വൈകാരിക തലത്തിൻ്റെതാണ്. കർത്താവിന്റെ സ്തോത്രം. അപ്പം 2 തലവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളിൽ, പരിശുദ്ധാത്മാവിന്റെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നേച്ചറിൽ നമുക്ക് ഈ 2 തലവും കാണാനായിട്ട് കഴിയും. See, if you look into the verse, we can see the 7 attributes of the Spirit of God. We can classify these 7 qualities into these 2 areas, 2 realms.
I mean, the emotional realm and the convincible realm. I mean, some aspect we see in the convincible and the other aspect in the emotional. For example, he is a spirit of wisdom. Spirit of wisdom. That is, I mean, that shows that God Spirit is a spirit of wisdom. That is the convincible. Then we see that at the same time, we have seen there, he is the spirit of power or spirit of strength. That is the emotional aspect of, right? Emotional aspect. The Holy Spirit, what I want to say that, Holy Spirit not only gives us wisdom, but he gives us power also. He gives not only power, but he gives us wisdom also. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി മാത്രം തരികയല്ല, പിന്നെയോ ശക്തിയോടൊപ്പം എന്ത് ചെയ്യുന്നറിയാമോ, നമുക്ക് ജ്ഞാനവും തരുന്നു. ആത്മാവ് ഈ യഥാർത്ഥത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയിൽ പ്രകടമാകേണ്ട, പ്രതിഫലിക്കേണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് ദൈവാത്മാവിന്റെ സ്വഭാവം. ദൈവാത്മാവിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ശരിക്കും വസിക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രകടമാകണം. കർത്താവിന്റെ സ്തോത്രം. So in one way, if the Spirit of the Lord lives in a person, see, we can see the reflection of these qualities in that person. That is what is God's desire. God's desire is that we allow our body, we allow our life as a dwelling place of the Spirit of God. When he truly and genuinely dwells in our lives, so these qualities will be reflected in our life. ദൈവത്തിന്റെ ആത്മാവ് ശരിക്കും നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ അനുവദിച്ചാൽ, കർത്താവിന് സ്തോത്രം, ഈ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതിഫലിക്കണം, പ്രകടിപ്പിക്കപ്പെടണം. ദൈവാത്മാവിന്റെ ഇഷ്ടം. ഓക്കെ, മടങ്ങി വരണം. ഇനിയും ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:16 മുതൽ 17 വരെ. When we come to, we will look into New Testament a verse in John chapter 14 verses 16 to 17. John 14:16 to 17. യോഹന്നാൻ 14:16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. See, if you look, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നറിയാമോ, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് നിങ്ങൾക്ക് തരുന്ന ആത്മാവിനെ കുറിച്ച് സത്യത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നു, മറ്റൊരു കാര്യസ്ഥനെ. See, I mean, the spirit of truth, and then we see മറ്റൊരു കാര്യസ്ഥൻ, ഹെൽപ്പർ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്തോത്രം പുതിയ നിയമത്തിൽ 2 തലങ്ങൾ കാണുന്നു. സത്യത്തിന്റെ ആത്മാവ്, അത് കൺവിൻസിബിൾ ഏറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ കർത്താവിന്റെ സ്തോത്രം കാര്യസ്ഥൻ, ഞാൻ അതിലേക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് വരാം. അവിടെ ഇംഗ്ലീഷ് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന അറിയാമോ, see, when we come to hear this verse, in this verse we see who is Holy Spirit. Jesus says that I would ask the Father to send you the Spirit of God, and he says that he is the spirit of wisdom, and at the same time he is the helper. He is the helper also. So the spirit of wisdom, so that is the convincible nature. Then the spirit of help, I mean, he's a helper as well. He's a helper. That is a convincible realm. Okay, see, you know, in the Greek, you know, it is written, the original language is Greek. We all know that. In Greek, the word used there, parakleton. Parakleton has so many meanings. Very interesting. So many meanings. It is variably translated. For example, it is translated as comforter, then counselor, consoler, advocate, strengthener, helper, then as someone who stand by you as a friend. Okay, let me repeat the meaning of parakleton in the Greek language. So when we translate, we can translate as he's a comforter, he's a counselor, he's a consoler, he is an advocate, he's a strengthener, he is a helper, and he is a friend who stand by near to you as an immediate, very present help. Okay, see, that is the meaning of parakleton. Holy Spirit as a helper, as a spiritual truth. And when we look into that, you see another. You see that I will send another, I mean, helper. That means, I mean, that is a meaning. So you look into the meaning of that.
You can see both aspects, both the realm. You see comforter, so consoler, helper, as a friend nearby. That all talk about the emotional, you see, emotional nature. Holy Spirit is there beside you as a friend, even when there is nobody beside you, even when you are at workplace or university, school or college, even your house, when you are in deep trouble, there is none to help you. There is none to comfort you. Even if you are in the most grieving situation, Bible says, Holy Spirit, another helper, another comforter, is there like the very present help to comfort you. That is the very nature of the Spirit of God. But at the same time, Holy Spirit is a counselor, right? He's an advocate. You see, that talks about the convincible realm of the Spirit of God. Why he has to you as a counselor? Because he knows that on this journey, on this earthly journey, we are helpless and our knowledge is limited. Our understanding is limited. We need someone to counsel you and guide you. And Holy Spirit is there to counsel and guide you. See, and at the same time, see, he is an advocate in the convincible realm. Like an advocate, he will advise us. He will defend us. He will even, stand for us. He will talk on behalf of us. You see that you and me may not be seeing, but in the invisible realm, the Spirit of the Lord can talk to our colleagues. He can talk to our people who may be opposing us, who may be working against us. The enemy may be using and people to work against us. What the Spirit of the Lord can do, can like an advocate. He can even change the mind of the people. He can influence the decisions of the king. He can influence the decision of your manager. He can influence the decisions of the leader. He is like an advocate on behalf of you, right? So we see both the realm, convincible realm, at the same time, you see emotional realm. That is what is the Holy Spirit. In the very person of the Spirit of God, we can see this. ദൈവാത്മാവിന്റെ ഈ തലത്തെ നമുക്ക് കാണാൻ കഴിയും. സ്വത്രം, അതായത് നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് മറ്റൊരു കാര്യസ്ഥനെന്ന് അവിടെ നമ്മൾ കാണുന്നു. ഗ്രീക്ക് പദത്തിൽ നമുക്കറിയാം പാരക്ലീറ്റോൺ പല പ്രാവശ്യം കേട്ടുള്ളതാണ്. ആ ഗ്രീക്ക് പദം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല വിധത്തിൽ അതിനർത്ഥമുണ്ട്. ഒരർത്ഥം ആശ്വാസകൻ, മറ്റൊന്ന് ആലോചനക്കാരൻ, മറ്റൊന്ന് വക്കീൽ, മറ്റൊന്ന് ബലപ്പെടുത്തുന്നവൻ, മറ്റൊന്ന് സഹായകൻ, മറ്റൊരർത്ഥം അടുത്തു നിൽക്കുന്ന മിത്രം, ഏറ്റവും അടുത്ത് നിൽക്കുന്ന മിത്രം. അപ്പൊ ഇത് നോക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം മനസ്സിലാകും. രണ്ടു തലത്തിലും നോക്കുക. ആശ്വാസകനാണവൻ, ബലപ്പെടുത്തുന്നവനാണവൻ, സഹായകനാണവൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന മിത്രമാണവൻ. കാരണം അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ നോക്കുക, നമ്മളോടുള്ള ബന്ധത്തിൽ, ഇമോഷണൽ തലത്തിൽ, വൈകാരിക തലത്തിൽ പരിശുദ്ധാത്മാവ് ഏറ്റവും അടുത്ത മിത്രമായി മറ്റാരുമില്ലാത്തപ്പോഴും, സ്തോത്രം, നമ്മുടെ ബലം ക്ഷീണിക്കുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ ബലപ്പെടുത്തുന്നവനായി, നമ്മൾ ദുഃഖിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനായി, കർത്താവിന്റെ സ്തോത്രം, മറ്റാരും അടുത്തില്ലാത്തിരിക്കുമ്പോൾ ഏറ്റവും അടുത്ത മിത്രമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ വൈകാരിക തലത്തിൽ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ പറയാം, അർത്ഥത്തിന്റെ അർത്ഥസമ്പുഷ്ടമാണ് ആ പദം, അർത്ഥസമ്പൂർണമാണ് ആ പദം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദം. അത് മാത്രമല്ല, വൈകാരിക തലത്തിൽ മാത്രമല്ല, പിന്നെയോ അവനെ കുറിച്ച്, അവൻ കൗൺസിലറാണ്, അവൻ ആലോചന പറഞ്ഞു തരുന്നവനാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ നമ്മുടെ മരുഭൂമി യാത്രയിൽ നമ്മൾ ഈ വഴി പോയിട്ടില്ലാത്ത വഴിയിലാണ് ഇപ്പോൾ പോകുന്നത്. കർത്താവിന് സ്തോത്രം. നാളെ കുറിച്ച് നമുക്കൊരു പിടിയുമില്ല, നമുക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ ആലോചന പറഞ്ഞു തരികയാണ്. നമുക്ക് അവന്റെ ബുദ്ധി ആവശ്യമുണ്ട്. അവൻ ബുദ്ധി പറഞ്ഞു തരുന്നു, ആലോചന പറഞ്ഞു തരുന്നു. അത് മാത്രം അവനക്ക് എഴുതിയിരിക്കുന്നത് അവൻ വക്കീലിന് സമാനമാണ്. കാര്യസ്ഥ വക്കീൽ, കർത്താവിന് സ്തോത്രം. നമുക്ക് വേണ്ടി വാദിക്കുവാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമുക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവിന് സ്തോത്രം. ഈവൻ രാജാക്കന്മാരുടെ പോലും തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിവുള്ള കർത്താവ്, നമുക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലാത്തപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവ്. ബോധ്യതലത്തിൽ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് കേവലം നമ്മുടെ വൈകാരിക തലത്തിൽ മാത്രമല്ല, ബോധ്യതലത്തിലും എല്ലാ തലങ്ങളിലും സ്തോത്രം പ്രവർത്തിപ്പാൻ കഴിവുള്ള
ഒരു ശ്രേഷ്ഠനായ കർത്താവ്. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ പോകുന്നോർത്ത് നിങ്ങൾ പേടിക്കണ്ടെന്ന്, ഞാൻ പോകുന്നോർത്ത് വരപ്പെടണ്ട. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എനിക്ക് പകരം ഒരുവനെ അയക്കും. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം, എന്നെ പോലെയുള്ളവൻ തന്നെ. എല്ലാ തലങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയുള്ള കർത്താവിന് സ്തോത്രം, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇവിടെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഒരു വാക്യം കൂടെ വായിച്ച് ഇതേ അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കുമോ? 14:26, 14:26. So we will read one more verse. 14, John 14:26. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. താങ്ക് യു. അവിടെ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? കാര്യസ്ഥൻ അവിടെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. അവിടെ കുറച്ചുകൂടെ നല്ല തർജിമ എന്ന് പറയുന്നത് അവൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുമെന്നാണ്. കർത്താവിന് നിങ്ങൾക്ക് അവൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഒന്ന് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും, രണ്ട് ഉപദേശിച്ചു. രണ്ടും ഇവിടെ ഉണ്ട്. ഉപദേശിക്കുകയും ചെയ്യും, ആലോചന പറഞ്ഞു തരികയും ചെയ്യും. കർത്താവിന് സ്തോത്രം. അപ്പൊ എല്ലാ തലങ്ങളിലും അങ്ങനെ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. സോ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, what we see that the spirit of the Lord is a counselor and he's a teacher. He teaches. We need his teaching. We need his guidance. We need his counseling. We need his teaching. ചിലർക്ക് അത് ഇഷ്ടമല്ല. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം മതി, പരിശുദ്ധാത്മാവ് ഒന്നും പഠിപ്പിക്കേണ്ട എന്നാ പറയുന്നത്. എങ്കിൽ അത് തെറ്റായ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ശരിയായിട്ട് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ആലോചനയും ഉപദേശവും നമുക്ക് ആവശ്യമാണ്. ചില പിള്ളേരല്ലേ, ചില പിള്ളേർ പറയും ഡാഡി മമ്മി വടക്കൊന്നും പറയണ്ട, പിന്നെ എനിക്ക് ഐഫോൺ XR വാങ്ങിച്ചാ. XR എത്ര, പ്രോയോ ഏതാ? ഡാഡി മമ്മി എനിക്ക് വടക്കൊന്നും പറയണ്ട, ഉപദേശിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോ 20 വയസ്സായി, 18 വയസ്സായി, 13 വയസ്സായി, ഡാഡിയെക്കാട്ടിലും എനിക്കറിയാം, ഇംഗ്ലീഷും അറിയാം, എല്ലാം അറിയാം. അപ്പം ഡാഡി മമ്മി ഉപദേശിക്കണ്ട, ഡാഡി മമ്മി എന്ത് ചെയ്യുന്നറിയാം, നേർവഴി ഞങ്ങൾക്കറിയാം, നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാം. പക്ഷേ ഡാഡി മമ്മി എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യുന്നറിയോ? ഒരു ഐമാക്കോ, പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? അല്ലെങ്കിൽ പ്രോ മാക്സോ അതൊക്കെ ഇനി വാങ്ങിച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി അറിയത്തില്ലെങ്കിൽ ഇതിനകത്തുണ്ട് എല്ലാം, ഇതിനകത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഓക്കെ. അപ്പൊ ചില പിള്ളേർ അങ്ങനെയാണ്. അതുപോലെ നമ്മളും എന്ത് വിശ്വാസികളായ നമ്മൾ പറയുന്നത് അറിയാമോ? ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വരവും പിന്നെ ഇതൊക്കെ മതി, പരിശുദ്ധാത്മാവിന്റെ ഉപദേശമൊന്നും വേണ്ട എന്നാ പറയുന്നത്. See, many children are like that. So they think that daddy, mummy, we only need your provision. You give us iMac and iPhone or whatever be the latest model. Okay. So, but we don't need your advice because we know better than you. We know more than you. We have more knowledge and we know everything. Children feel that. So, daddy, mommy, we don't need your advices. We need your teaching. Okay. We only need, your provision. That's wrong. So, that's what I said. The Spirit of the Lord is ministering in our emotional realm, at the same time in our convincible realm. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ സ്വത്രം വൈകാരിക തലത്തിലും ബോധ്യതലത്തിലും പ്രവർത്തിക്കണം. ഓക്കെ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും കണ്ടത്. ഇനി പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് വേഗത്തില് ഒന്നിരുടെ കാര്യങ്ങളോട് നോക്കാം. So we have seen only the person of the Spirit. Now we look into the ministry of the Spirit of God. ദൈവാത്മാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് കർത്താവിന്റെ സ്തോത്രം. ഒരു വാക്യം റോമലേഖനത്തിൽ വായിക്കാം. Romans 8:26-28 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. റോമലേഖനം 8:26-28. റോമർ 8:26-28. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. See, what we see here, Romans chapter 8:26-28. I have preached from this passage in a very detailed way some years ago.
So I don't want to go to there. Even recently also, Joy Pastor also just mentioned about the past. I don't want to go into detail. But let me tell you what the passage is talking about. The passage is talking about the ministry of the Spirit of God, very especially in prayer. When you and me pray, there we see the Holy Spirit is praying with you. So there we see Holy Spirit as a prayer partner, and he is praying with you. And at the same time, we see Holy Spirit as an intercessor. So therefore, what we see that, what he does, he aligns our prayers in line with the will of God. So we do not know what is God's will. So what the Spirit of the Lord does, when we pray, the Holy Spirit aligns our prayers in accordance with the Spirit of God. So that is what is. So he is a prayer helper. He's a prayer partner. He's a prayer aid. We see that. Not only that, we see, Holy Spirit groans for us. So we can see that in simple way. Holy Spirit intercede with us and intercede for us. Holy Spirit groan with us and Holy Spirit groan for us. So there we see the ministry of the Spirit of God in the emotional realm. Even when you and me are not able to see, when you and me are not able to understand what the Spirit of the Lord is doing, Holy Spirit is praying with us and for us. He groans for us, groans with us. So he understands us even in the unuttered words, he ministers. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് അവിടെ ചെയ്യുന്നറിയാമോ? നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, നമ്മൾ അറിയാൻ കഴിയുന്നില്ല. പക്ഷേ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാം? നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനാ സഹകാരിയായി എന്താണ് അവൻ ചെയ്യുന്നത്? അവിടെ ഇരിക്കുന്നു, സ്വോത്രം ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത വാക്കുകളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊപ്പം പക്ഷപാതം ചെയ്യും, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. എന്നോട് പറയട്ടെ, നമ്മോടൊപ്പം പക്ഷപാതം ചെയ്യും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവത്തിന്റെ പൈതൽ എപ്പം തീരുമാനിക്കുന്നു, എപ്പം പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കല്ല, അവനോടൊപ്പം പരിശുദ്ധാത്മാവ് അവനോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അവനോടൊപ്പം മധ്യസ്ഥത അണയ്ക്കുന്നു. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് അവനോടൊപ്പം സ്തോത്രം ഞരങ്ങുന്നു. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ അവൻ ഞരങ്ങുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോടൊപ്പം ഞരങ്ങുന്നു. ഈ പകൽക്കാർ ഞാൻ വിശ്വസിക്കുന്നത്, ഈ കൊറോണ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞരങ്ങുന്നത് സഭയല്ല, സഭയെക്കാട്ടിലും അധികം ദൈവസഭയെ, ദൈവത്തിന്റെ ജനമേ, സ്വത്രം ഏറ്റവും കൂടുതൽ ഞരങ്ങുന്നത് ആരാന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കാരണം ഈ കാലത്ത് ആഗോള ദൈവസഭയ്ക്ക്, ലോകമെമ്പാടുമുള്ള യഥാർത്ഥ ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ ഉള്ളിൽ ഞരങ്ങുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ ലോകമെമ്പാടും. കർത്താവേ, എന്താണ് സംഭവിക്കുന്നത്? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? എന്നുവരെ ഇത് നീളും? എപ്പോഴും തീരും യേശുവേ എന്ന ആത്മാർത്ഥമായി കരയുന്ന ദൈവഭക്തന്മാരോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഞരങ്ങിയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ മറന്നുപോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആത്മതലത്തിൽ സ്തോത്രം ഞരങ്ങുമ്പോൾ വൈകാരിക തലത്തിൽ നമ്മോടൊപ്പം കൂടുന്ന ദൈവത്തിന്റെ ആത്മാവ്. So here what the Spirit of the Lord is doing, the Holy Spirit is groaning with us, and he is groaning for us, and he is interceding with us, and he is interceding for us. And as he said, during this particular situation, the pandemic situation, all over the world, the true church of Jesus Christ, the genuine church of Jesus Christ, I know the people of God, God's people, the godly people, they did not know what to pray for. You see that it is started in the beginning of this year, and now it is 9th month, almost half of the 9th month of 2020. Lord, the people of God are praying, fasting all across the globe. They did not know what would happen. They did not know when this corona situation would be over. All across the globe, hallelujah, hallelujah, all godly people are groaning. They did not know what to pray for. They did not know how to pray for. They only groan within. Hallelujah. Let me tell you today,
who groans more in the pandemic situation. It is the Spirit of God, because Spirit of God knows that the Church of Jesus Christ do not know how to pray for during this particular situation. So the Holy Spirit is groaning with you and me. Don't think that you are praying, I am praying, all the people all across the globe, God's people praying. Why, Lord, you are not answering? Remember, the Holy Spirit is not a distant God. He is with us, and He is praying with us, along with us. He's groaning with us. Only He knows what is God's will. So even if some days we make prayers, unuttered words, we do not know what to pray for, the Spirit of the Lord will convert our groanings. He will convert our inner deep sighs into the prayers that is in accordance with God's will. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം തന്റെ സഭയ്ക്ക്, യേശുവിന്റെ ശരീരമായ സഭയ്ക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ ആത്മാവ് എന്നോടൊപ്പം നിന്നോടൊപ്പം ഞരങ്ങുന്ന ദൈവത്തിന്റെ പൈതലോട് ചേർന്ന് ആത്മാവ് ഞരങ്ങുന്നു. ചിലപ്പോൾ നമ്മുടെ അവിവേക നിമിത്തം, നമ്മുടെ അറിവില്ലായ്മ നിമിത്തം എന്തു പ്രാർത്ഥിക്കണം എന്ന് അറിയത്തില്ല. വല്ലതൊക്കെ പ്രാർത്ഥിച്ചു വിടുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഞരക്കത്തെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ഉള്ളിലുള്ളതായ പ്രയാസങ്ങളെ, എന്തു വിഷയമാകട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ കൺവേർട്ട് ചെയ്ത് ദൈവഹിതം പ്രകാരമാക്കിയ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. Hallelujah. So the Spirit of the Lord ministers in our own emotional dimension of God's people. ദൈവത്തിന്റെ ജനത്തിന്റെ വൈകാരിക തലത്തിൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വൈകാരിക തലത്തിൽ ശുശ്രൂഷിക്കുന്ന ബന്ധത്തിൽ ഒരു വാക്യം കൂടെ കർത്താവിന് സ്തോത്രം വായിച്ചിട്ട് കർത്താവിന് സ്തോത്രം ഞാൻ മുൻപോട്ട് പോകട്ടെ. We will read one more verse to show the ministry of the Spirit of the Lord in the emotional realm of the church. Emotional realm of the church. Acts chapter 9 verse 31. Acts 9:31. അപ്പോസ്തല പ്രവൃത്തി 9:31. അപ്പോസ്തല പ്രവൃത്തി 9:31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമേരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. താങ്ക് യു. ഇവിടെ മലയാളത്തിൽ അത്രയും അത് കറക്റ്റ് അല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം എന്ന് കാണുന്നു, ആത്മീയ വർധനയും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കും മനസ്സിലാവും പരിശുദ്ധാത്മ. ഇത് എന്തെങ്കിൽ ഒരു സുപ്രധാന സംഭവം നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ മാനസാന്തരമാണ്. നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ദൈവസഭ പീഡനയുടെ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്തെ കാര്യം പറയുന്നത്. എന്നിട്ട് ശൗൽ എന്ന് പറയുന്ന പരീശൻ ദൈവസഭയെ കൊന്നുമുടിക്കുവാൻ വേണ്ടി സ്തോത്രം അധികാരസ്ഥന്മാരുടെ പത്രവും വാങ്ങി, ലെറ്ററും വാങ്ങിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവസഭയെ കൊന്നുമുടിക്കുവാൻ വേണ്ടി പോകുന്ന യാത്രയാ. അപ്പം നമ്മൾ കാണുന്ന ഭയപ്പെട്ടിരിക്കുന്ന ഒരു സഭയാ. എന്തുകൊണ്ടെന്നറിയാം? ഭയപ്പെട്ടിരിക്കുന്ന, പറയാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി വാദിപ്പാൻ ആരുമില്ല, അവർക്ക് വേണ്ടി നിൽക്കുവാൻ ആരുമില്ല. ഒരു കൊച്ചൊരു കൂട്ടം ദൈവത്തിന്റെ ജനം. അവർക്ക് ആകെ അറിയാവുന്നത് കരയാൻ മാത്രം, അവർക്ക് ആകെ അറിയാവുന്നത് കഥകടയ്ക്കുവാൻ മാത്രം, കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടരാണ്. ഭയപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടർ. കർത്താവിന് സ്തോത്രം. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? നമുക്കറിയാം. അവർ ഭയപ്പെട്ടതിന്റെ ഒരു മെയിൻ കാരണത്തെ ശൗലിനെ തൊട്ടിട്ട് അവരുടെ മധ്യത്തിൽ കൊണ്ടുവന്നു. ശൗലിന്റെ മാനസാന്തരം കഴിഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തില പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവസഭയ്ക്ക് ആശ്വാസം ലഭിച്ചെന്ന്. കർത്താവിന് ശുശ്രൂഷിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ആരോടോ ദൂത് പറയുന്നു. നീ ഭയപ്പെടുന്ന ഒരു പ്രത്യേക വിഷയം, നീ ഏതോ ഒരു വിഷയത്തിന്മേൽ വല്ലാതെ ഭയപ്പെടുന്നു. ഇന്നലെ പകൽക്കാലം ദൈവാത്മാവിൽ ഒരു ദൂത് പറയട്ടെ. നീ ഭയപ്പെടുന്ന വിഷയത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിനക്ക് ആശ്വാസത്തിന് വകയായി മാറുന്നുവെന്ന് ദൈവ സംസാരിക്കുന്നു. അത് ഏത് വിഷയമാണ്
ആകട്ടെ നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിന്നെ ഭയപ്പെടുത്തുന്ന സ്വോത്രം പൗലോസിനെ ശൗലിനെ ഹല്ലേലൂയ തൊട്ട് നിനക്ക് ആശ്വാസമാക്കി മാറ്റാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വൈകാരിക തലത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. The Holy Spirit ministers in our emotional realm. As I said, what we see here, see Acts chapter 9:31. What is the context? There we see that that is the conversion. After the conversion of Paul, we know that the Church of Jesus Christ, the first century church, they were in fear. Why? Persecution all across, all around. They have been persecuted very badly. Now Saul, he took the letter of authority, right? He got the letter from the authority to persecute the church. You see, the church is, church is in fear because Paul is marching towards the church to persecute them. Already he killed many Christians. That's what the Bible says. He killed many. Now he took the more authority. That means law. Kamana Shaba, Riambara Shambuna, Riaptana Shambura. I feel that, hallelujah, to the Church of India. I feel within my Holy Spirit, there may be even laws, could be laws in India. Hallelujah. See, like in the case of Paul, he took the law. He got the letter. He got the letter from the authority to persecute the church. But what the Lord said, he did. He had a different agenda. He touched Paul. In the same way, I believe that God is going to touch such Pauls in our nation, and they are going to be comfort to the Church of Jesus Christ in India. Hallelujah. There could be laws against the people of God, but I want to tell you not to be afraid. Hallelujah. God has, wherever the Church of Jesus Christ is persecuted, God has a different agenda. Hallelujah. When the law of the land goes against the people of God, listen me, believe me, God had a different plan. Hallelujah. When Darius, when Belshazzar, they all made laws against God's people, but God had a different agenda. Hallelujah. To turn around the situation, to make a U-turn, only God can do it. Hallelujah. കർത്താവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ജനത്തിന് വിരോധമായി എപ്പോഴൊക്കെ പീഡിപ്പിക്കപ്പെടുന്നോ, ദൈവജനത്തിനെതിരെ നിയമങ്ങൾ വരുന്നോ, കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ പ്ലാൻ തിരിച്ചാണ് യു-ടേൺ. ഇവിടെ കർത്താവിന് സ്തോത്രം. ശൗൽ എന്ന വ്യക്തി ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ അധികാരികളുടെ പാത്രവുമായി ലീഗൽ റൈറ്റുമായി കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വേറൊരു അജണ്ടയായിരുന്നു, വേറൊരു പ്ലാൻ ആയിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവനെ തന്നെ തൊട്ടു. അവൻ പിന്നെ ഹല്ലേലൂയ ദൈവസഭയുടെ സ്തോത്രം ഏറ്റവും വലിയ പ്രചാരകനായി, ദൈവസഭയുടെ ഏറ്റവും വലിയ ഹല്ലേലൂയ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഞാൻ വിശ്വസിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പ്ലാൻ വലുതാ, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിന് സ്തോത്രം. ഡോണ്ട് ബി അഫ്രൈഡ്, സോ ഡോണ്ട് ഫിയർ. ഭയപ്പെടരുത്. ദൈവത്തിന്റെ പ്ലാനുകൾ നമ്മുടെ പ്ലാനുകളിന് അപ്പുറമാണ്. ഓക്കെ, കമ്പായ്. കർത്താവിന് സ്തോത്രം. തുടർന്ന് ഇനി ഇപ്പോൾ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഇമോഷണൽ തലത്തിൽ, പക്ഷെ അവിടെ മാത്രം നിൽക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് ഒരു ബോധ്യതലത്തിലും ശുശ്രൂഷിക്കും. See, we will look in now the ministry of the Spirit of God on convincible dimension of life, convincible realm of life. നമ്മുടെ ബോധ്യതലത്തിൽ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്ന അങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ 16:7-9 വായിക്കാം. യോഹന്നാൻ 16:7-9. John 16:7-9. John 16:7-9. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. താങ്ക് യു. നമ്മൾ ഇവിടെ കാണുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നു, ഞാൻ പോകുന്നത് നല്ലതാ. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ എന്തോ ചെയ്യുന്നറിയാമോ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, അത് കൺവിൻസ് ബോധ്യതലത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്.
ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഒരു വ്യക്തിയെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് പാലക്ക് വന്നത്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല. കർത്താവിന് സ്തോത്രം. ഒരു ക്രിസ്തീയ പേരുണ്ടായത് കൊണ്ടല്ല. ഇന്ന് എന്നെക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തീയ പേരുണ്ടായതുകൊണ്ട് ക്രിസ്ത്യാനെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു കൈയും കുപ്പി പറയട്ടെ, നീ ക്രിസ്ത്യാനിയാകില്ല. കർത്താവിന് സ്തോത്രം. അത് ഇവിടുത്തെ റിലീജിയൻ, ഒരു റിലീജിയസ് ക്രിസ്ത്യൻ ആകുക. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിൽ കടക്കേണ്ട സ്തോത്രം രീതിയിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുവാൻ കർത്താവ് പരിശുദ്ധമായ ബോധ്യം വരുത്തണം. കർത്താവിന് സ്തോത്രം. ഇത് നമ്മുടെ ബോധ്യതലത്തിൽ പരിശുദ്ധമായി ചെയ്യുന്ന. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, അത് ലോകത്തിന് ബോധ്യം വരുത്തും. ഇന്നും ദൈവവചനം കേൾക്കുമ്പോൾ കരയുന്നവരുണ്ട്. എന്തുകൊണ്ട്? പാപത്തെ കുറിച്ച് ബോധം വരുത്തുമ്പോൾ കരയുന്നവർ. ദൈവം നിങ്ങൾക്കും എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഞാനിപ്പോ രോഗിയാ, കർത്താവ് സൗഖ്യമാക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അത് ഇമോഷണൽ. എന്നാൽ ദൈവാത്മാവ് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ കർത്താവ് കേൾക്കുമ്പോഴോ പരിശുദ്ധങ്ങളുടെ ആഴങ്ങളിൽ എങ്ങനെ ബോധ്യം വരുത്താം? നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ടും, നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞായിരിക്കും. ചിലപ്പോൾ ഇപ്പം എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരാളോട് ഭയങ്കര വിഷമമുണ്ട്, നിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു, നിങ്ങൾക്ക് വിഷമം തോന്നി, നിങ്ങൾ അവരോട് പിണങ്ങി, നിങ്ങളുടെ മാനുഷ്യ രീതിയിലുള്ള ഇതാ തീരുമാനം, ഒരിക്കലും ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല, അങ്ങനെ ഒരിക്കലും അവളോട് ക്ഷമിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നു, വചനം കേൾക്കുന്നു, വചനം ഇടപെടുന്നു, ദീർഘക്ഷമയുടെ പ്രാധാന്യം പറയുന്നു. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ സ്വർഗത്തിലെ ദൈവം ക്ഷമിക്കത്തില്ല എന്ന് കേട്ടപ്പോൾ, ആ പാപബോധം വന്നപ്പോൾ, കർത്താവേ സ്തോത്രം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കൂട്ടുവിശ്വാസിയോട് അല്ലെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കുന്നത് പരിശുദ്ധാത്മാ ബോധ്യം വരുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ മനസ്സിലാകുന്നു. ബോധതലം. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ വൈകാരിക തലം മാത്രം മതി. നോ, അതിന്റെ അർത്ഥം തെറ്റായ ധാരണയാ. കർത്താവ് നമുക്ക് തെറ്റിദ്ധാരണയോടെ മാറ്റിക്കൊള്ളണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വൈകാരിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ ബോധ്യതലത്തിലും ദൈവാത്മാവ് ശുശ്രൂഷിക്കും. അത് രണ്ടിനൂടെ കൊടുക്കണം. രണ്ടിനും സ്വാതന്ത്ര്യം കൊടുക്കണമേ. നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്ന അനുസരിച്ചാണ് ദൈവാത്മാവ് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ നമ്മൾ വേറൊരു വ്യക്തിയായി മാറ്റപ്പെടത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. What we read in John 16, see, there we read that the Holy Spirit convicts the word of sin, righteousness and judgment. That is talking about the convincible dimension. So we have already seen Holy Spirit ministers in the emotional dimension of a person. That is not enough. I mean, the Holy Spirit ministers in our convincible realm. That is why when you and me hear scripture, Holy Spirit convicts us of our sin, our mistake, our failure, and we recommit our lives. For example, as I mentioned, maybe we may have some problem with somebody. Somebody might have done something wrong with us. It may be very difficult for us to forgive them. But when you read the scripture or when you hear the word of God, what happens? The Spirit of the Lord convinces you and reforms you, transforms you, and on the basis of that word and on the basis of that conviction, you will forgive others. I will forgive others. So that is the ministry of the Spirit of God. What I say that the Spirit of the Lord ministers in both the realm, convincible realm and the emotional realm of a person. See, now we will read maybe one more verse, Acts chapter 6. Acts chapter 6 verses 2 to 5. Acts 6, 2 to 5. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 2 മുതൽ 5 വരെ ഒന്ന് വായിക്കാം. ഈ ആദ്യ സഭ ചെയ്ത ഒരു വിഷയമാണ്, അവിടെ നടന്നൊരു വിഷയം, ആദ്യ സഭയിൽ സംഭവിച്ചൊരു വിഷയമാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. There we see what is happened in the first church. Acts chapter 6, 2 to 5. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരിമാരെ, ആത്മാവിജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രഖരോസ്, നിക്കാനോർ, തീമോൻ,
പർമിനോസ് യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആദിമസഭയിലെ ഫസ്റ്റ് ഡീക്കൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ചർച്ച്, ചർച്ചിന്റെ ചരിത്രത്തിലെ, യേശുക്രിസ്തുവിന്റെ സഭയുടെ ചരിത്രത്തിലെ, പുതിയ നിയമത്തിലെ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഡീക്കന്മാരെ തെരഞ്ഞെടുത്ത ആ സംഭവം എല്ലാം നമുക്കറിയാം. ഇതിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ അവരെ തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ ക്വാളിറ്റി നോക്കി എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവും ജ്ഞാനവും എഴുതി. പരിശുദ്ധാത്മാവും, സോ ഫുൾ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഫുൾ ഓഫ് ദ വിസ്ഡം ഓഫ് ദ സ്പിരിറ്റ്. ദൈവാത്മാവിന്റെ ജ്ഞാനവും ദൈവാത്മാവിന്റെ നിറവും, അതാണ് അതിന്റെ അർത്ഥം. ദൈവാത്മാവിന്റെ ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവാത്മാവിൽ, ദൈവാത്മാവ് കൊടുക്കുന്ന ജ്ഞാനവും ദൈവാത്മാവ് കൊടുക്കുന്ന കർത്താവിന്റെ സ്തോത്രം നിറവും. അപ്പൊ ദൈവാത്മാവിന്റെ നിറവും ദൈവാത്മാവിന്റെ ജ്ഞാനം ഉള്ളവരെയാണ് ദൈവസഭയുടെ സ്തോത്രം കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, അത് അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ അവിടുത്തെ ആദ്യത്തെ സഭ തെരഞ്ഞെടുത്തത്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് എല്ലാം അറിയാം, അവിടെ ഒരു പ്രത്യേക സംഭവം നടന്നു. എന്താണെന്നറിയാമോ, അവിടെ ഒരു വിഷയം നടന്നു, രണ്ട് കൂട്ടർ തമ്മിലുള്ള ടെൻഷൻ. ശ്രദ്ധിക്കുക, ദൈവനമേ എന്താണ് ദൈവാത്മാവ് ചെയ്യുന്നറിയാമോ? രണ്ട് കൂട്ടർ തമ്മിൽ ടെൻഷൻ നടന്നപ്പോൾ, സ്തോത്രം, രണ്ട് കൂട്ടർ തമ്മിൽ ടെൻഷൻ നടന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം ഇതാണ്, സ്തോത്രം, ദൈവാത്മാവിന്റെ നിറവും ദൈവാത്മാവിന്റെ ജ്ഞാനം ഉള്ളവർക്ക് ഇത് രണ്ട് പരിഹരിച്ച് സമാധാനത്തോടെ സഭയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മനുഷ്യന്റെ ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം വെച്ച് സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. ഇനിയും പരിശുദ്ധാത്മാവ് നിറവ് മാത്രമാണെങ്കിലും പ്രശ്നമാണ്. അപ്പം പരിശുദ്ധാത്മാവ് നിറവ് മാത്രമാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നറിയാമോ, സ്തോത്രം, അതും ചിലപ്പോൾ അങ്ങ് അറിയാതെ വൈകാരിക തലത്തിലങ്ങ് പോകും. പരിശുദ്ധാത്മാവിന്റെ നിറവിനോടൊപ്പം പരിശുദ്ധാത്മാവിന് ജ്ഞാനവും ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനവും പരിശുദ്ധാത്മാവ് നിറവുള്ളവർക്കും മാത്രമേ, ഇതാണ് വിഷയം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കർത്താവിന് സ്തോത്രം. നമ്മുടെ സഭയിലാകട്ടെ, ഏത് സഭയിലാകട്ടെ, എന്തുകൊണ്ടാണ് സഭകളിൽ അടിപിടി? കർത്താവിന് സ്തോത്രം. ചില പറയാണ്ട് പുള്ളി അന്യഭാഷ പറയുന്നല്ലോ, പിന്നെന്താ അടിപിടി? ആ പ്രശ്നം തെറ്റിദ്ധാരണ കൊണ്ടാണ്. നമ്മൾ പറ്റിയെന്നറിയാമോ, അന്യഭാഷ പറയുന്നവരെ സഭയ്ക്ക് പിടി. അന്യഭാഷ പറയുന്നുള്ള അല്ല അർത്ഥം. അന്യഭാഷ എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകുന്നില്ല. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും അവര് സഭയിൽ വന്നില്ലെങ്കിൽ, അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ലെങ്കിൽ അടിപിടി ഉണ്ടാകുമെന്ന്. ഇത് കൂട്ടത്തെ ഉള്ളെന്ന്. രണ്ടുപേര് തമ്മിൽ അടിപിടി ഉണ്ടായി. ആ അടിപിടി കൂടും, ദൈവദാസന്മാർക്ക് തലവേദനയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരും ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനമുള്ളവർ കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് സഭാ ശുശ്രൂഷകൾ പങ്കാളിയായാൽ, കർത്താവിന്റെ സ്തോത്രം, എന്താ എന്റെ റിസൾട്ട്? ദൈവസഭ വളരും, ദൈവസഭ വളരും, സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും, കുടുംബങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും, വ്യക്തികൾക്ക് സ്വസ്ഥത ഉണ്ടാകും, സഭയിൽ സ്വസ്ഥത ഉണ്ടാകും, സഭ വളരും, ആത്മാക്കൾ വിടുവിക്കപ്പെടും. അതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്തോത്രം. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനമുള്ളവരായി നമുക്ക് മാറുവാൻ കർത്താവ് നിറവിനോടൊപ്പം ജ്ഞാനവും കർത്താവ് നമുക്ക് നൽകട്ടെ. See what we see here, Acts chapter 6. I hope that you know the context. There was a conflict. There was a racial conflict. There was a kind of interracial problem, intercultural problem. You see that intercultural problem. So then the Spirit of the Lord says that you choose men who are not only full of the Spirit, but they are full of the wisdom of the Spirit of God. So the Spirit of the Lord wanted to say that, see, when there is a tension, when there is an issue, you see that the servants of God need God's people, the believers, the deacons, and such people to minister along with them. Because the Spirit of the Lord knows that only people with the full of the Spirit and full of the wisdom of the Spirit, not worldly wisdom, but only such people can handle the tension, handle the conflict, and finally in the end result, there will be peace. Peace to the individuals, peace to the family, and peace to the church. And church will grow. So that is why God says that. I mean, you see that the Holy Spirit not only works in the emotional realm, but in the convincible realm also. He gives us wisdom. Someday we do not know with our wisdom how to handle things. But when we kneel down, when we go to the presence of God, when we stretch forth our hands, and when we ask God, He will grant us the wisdom
the end result is peace. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, എനിക്ക് നിങ്ങൾക്കും പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അന്നറിയാതെ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ജ്ഞാനവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ശക്തിയും നൽകി പ്രശ്നങ്ങളെ പരിഹരിച്ചു മുമ്പോട്ട് പോകും കൃപയും നൽകുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സ്തെഫാനോസ്. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഈവൻ മറ്റ് കർത്താവിന് സ്തോത്രം യവനായ ഗ്രീക്കുകാരായ സ്വന്തം തത്വചിന്തകന്മാര് പോലും വന്നിട്ട് സ്തോത്രം സ്തെഫാനോസിനോട് സ്തോത്രം വാദിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്തോത്രം ആരാ സ്തെഫാനോസ്? തത്വചിന്തകനല്ല, നമ്മുടെ ഭാഷ പറഞ്ഞ ചോറ് വിളമ്പുന്നവൻ. ഓക്കെ, നമുക്കിപ്പം പറ്റത്തില്ലല്ലോ, കൊറോണ ആയല്ലേ. ചർച്ചിൽ ചോറ് വിളമ്പുന്ന ആള്, ചർച്ചിൽ ചോറ് വിളമ്പുന്ന വ്യക്തി സ്തോത്രം തത്വചിന്തകന്മാരോട് പിടിച്ചിരുന്നു. സുവിശേഷത്തെ കുറിച്ചാ ദൈവാത്മാവ് കൊടുത്ത ജ്ഞാനം. ഇന്ന് പലക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനം സ്തോത്രം ഇല്ല എന്ന് കരുതി സ്തോത്രം ഭാരപ്പെടണ്ടാമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ജ്ഞാനാത്മാവിനെ പകർന്നാൽ കർത്താവിന് സ്തോത്രം ഒരു തത്വചിന്തകനും നിന്നുമായി പിടിച്ചേൽക്കാൻ കഴിയത്തില്ലെന്നേ. നീ സുവിശേഷം പറയുന്ന, നീ സുവിശേഷം പങ്കുവെക്കുന്ന വ്യക്തികളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. Children, we need to pray that the Spirit of the Lord will fill you with the spirit of wisdom, so that you will be able to convince other people, including the atheists, of the gospel. They will come to the knowledge of Jesus. God will grant you the wisdom. God will grant you the wisdom. Okay, now let me talk about one more thing. When you come to the Spirit of God, ദൈവാത്മാവിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. So we all are familiar about the gifts of the Spirit and fruit of the Spirit. We need to understand that also. Gift of the Spirit and fruit of the Spirit. If we study both, we can see both the realm, emotional realm and the convincible realm of the Spirit. See, നമ്മൾ ആത്മാവിന്റെ വരവും ഫലവും നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ, അതൊന്ന് വായിച്ചു നോക്കിക്കേ. നമുക്ക് ഈ രണ്ട് തലവും കാണാനായിട്ട് കഴിയും. പെട്ടെന്ന് മേ ബി 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 12-4 മുതൽ 11 വരെ നമുക്ക് കാണാം. അതിലെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പറയുന്ന പോലെ 1 കൊരിന്ത്യർ 12-4 മുതൽ 11 വരെ. 1 Corinthians chapter 12 verses 4 to 11. 1 Corinthians 12 4 to 11. We'll read maybe a couple of verses. ആദ്യമായിട്ട് അതിൽ 8-ാം വാക്യം വായിച്ചേ. ഗിഫ്റ്റിനെ കുറിച്ചാണ് അവിടെ. So there we see gift. Okay, 8-ാം വാക്യം വായിച്ചേ. ഒരുത്തിന് ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. Thank you. See, this passage is talking about the gift of the Spirit of God. Gift of the Spirit of God. But if you look into the gift of the Spirit of God, we can see, listen me, some gifts are meant to minister in the convincible realm. Here what we see, the Spirit, the gift of wisdom, then the gift of knowledge. So for what? Gift of knowledge and gift of wisdom, they are to minister. Those gifts are to minister in the convincible realm, in the convincible, those gifts. But you see that ഇവിടെ നമ്മൾ കാണുന്ന 8-ാം വാക്യത്തിൽ ജ്ഞാനത്തിന്റെ ആത്മാവ് ഒരുവന്, ആത്മാവിന്റെ വരത്തെ കുറിച്ചാണ് പറയുന്നത്. വേറൊരുവന് പരിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവ്. എന്താണ് അത് കാണുന്നത്? ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ വരത്തിന്റെ സ്തോത്രം, ബോധ്യമാവിന്റെ വരങ്ങളെല്ലാം വൈകാരിക തലത്തിൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയല്ല. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എല്ലാം കർത്താവിന്റെ സ്തോത്രം ബോധ്യതലത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഈ വരങ്ങൾ ബോധ്യതലത്തെ കുറിച്ച് കാണിക്കുന്നു. ഇനി അടുത്തത് 9 and 10, 9-10 വാക്യം കൂടെ. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന എന്തറിയാ നോക്കുക. മറ്റൊരു വീര്യപ്രവൃത്തി, വിശ്വാസം, പിന്നെ രോഗശാന്തി, ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു വൈകാരിക തലത്തിലുള്ളത്. ഞാൻ പറയും വരങ്ങൾ പോലും, എനിക്കറിയത്തില്ല എത്ര പേര് എന്നോടൊപ്പം മനസ്സിലാക്കുന്നു.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും വൈകാരിക തലവും ബോധ്യതലവും കാണാം. മാത്രമല്ല ഇനി വരങ്ങളെ പഠിച്ചാലും 2 ടൈപ്പ് വരം കാണാം. ബോധ്യതലത്തുള്ള ജ്ഞാനം, പരിജ്ഞാനം, സ്വോത്രം, തിരിച്ചറിവ്, ഡിസേണിങ്. അത് മാത്രമല്ല, പിന്നെയോ സ്വോത്രം, രോഗശാന്തി ശുശ്രൂഷ, വീര്യപ്രവൃത്തിയുടെ വരം. ഈ വരത്തിലും നമ്മൾക്ക് ഈ 2 ഗ്രൂപ്പും കാണാം. നിങ്ങൾക്ക് സമയം പോലെ പഠിക്കാൻ മനസ്സുള്ളവർ ചെന്നത് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു നോക്കുക. So what I want to say that when we study about the gift of the Spirit of God, we can see all the gifts can be classified into these 2 groups. Certain gifts are to minister in the emotional realm of a person. Other gifts, you see, gifts are in the convincible realm. Both convincible realm. So both are important. Okay, then let's look into the fruit now. Galatians 5:22-23. We all know that. I don't want to take that verse. See, ഗലാത്യ ലേഖനം 22:23 ഇനി ഫലം ഒന്ന് നോക്കിയ ഫലം, ആത്മാവിന്റെ ഫലം സമയച്ചുരുക്കത്താൽ എടുക്കണ്ട. അവിടെ നമുക്ക് ഈ 2 തലവും കാണാം. നിങ്ങൾ സമയം പോലെ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്നേഹം, സന്തോഷം, സ്തോത്രം, സമാധാനം, ദയ ഒക്കെ നമ്മൾ കാണുന്നു. വൈകാരിക തലം. പിന്നെ എന്ത് ചെയ്യുന്നറിയാം? ദീർഘക്ഷമ. ക്ഷമിക്കണമെങ്കിൽ വൈകാരിക തലം അല്ല വേണ്ടിയത്. ക്ഷമിക്കണമെങ്കിൽ ബോധ്യതല വേണ്ടി. ക്ഷമിക്കുന്നത് എന്താ ബോധ്യതലം? ദൈവമേ എനിക്ക് ക്ഷമിക്കണം, കർത്താവിനോട് ക്ഷമിച്ചോണ്ട് എന്റെ കൂട്ടുകാരനോട് സാറിനോട് ക്ഷമിക്കണം. അത് ബോധ്യതലോ. ഇന്ദ്രിയ ജയം അത് വൈകാരികമല്ല. കർത്താവിന് സ്തോത്രം. ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ, ബോധ്യതലമാണ് കർത്താവിന് സ്തോത്രം. ഇപ്പം എല്ലാരും കാണുകെ, എല്ലാരും സഭയില് മീറ്റിംഗ് ഒക്കെ നടക്കും, എല്ലാരും കാണുകെ നിൽക്കുവാണ്. അപ്പം ഡാഡി മമ്മി ഇപ്പം വീഡിയോ ഓൺ ആകട്ടെ ഓഫ് ആകട്ടെ എന്തും ആകട്ടെ, കർത്താവിന് സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ബോധപൂർവം ചില കാര്യങ്ങൾ പെരുമാറണം. ബോധപൂർവം, മനഃപൂർവ്വമായിട്ട്. അത് സെൽഫ് കൺട്രോൾ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമായി വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ 2 തലവും, വൈകാരിക തലവും ബോധ്യതലവും എന്തിനറിയാമോ? ഫലത്തിലും കാണാം. ആത്മാവിന്റെ ഫലത്തിലും ആത്മാവിന്റെ വരത്തിലും ഈ 2 തലവും കാണാം. What we read when we come to fruit of the Spirit of God, we know that you can classify them into these 2 categories: love, joy, peace. You see the emotional realm. Then the other thing, self-control, that is in the convincible realm. You need the conviction of the Spirit of God when that is why you forgive someone. You see forgiveness, self-control, all you see that is in the convincible realm. So what I want to say that, let me conclude that part. Let me say that what I want to say that if we study gifts as well as fruit of the Spirit, you can see that we can clearly see both the realm, both the dimension, the emotional as well as the convincible realm. So my point is that, see, we need to understand that we need both areas in our Christian life. We need to focus on both. We should not focus on one and neglect the other. ഒന്നിനെ നെഗ്ലക്ട് ചെയ്തിട്ട് മറ്റേതിനെ സ്തോത്രം എടുക്കരുത്. 2 ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ 1-2 വാക്യങ്ങളൂടെ വായിച്ച് മുൻപോട്ട് പോകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികൾ, അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ നോക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന വാക്യാണ്, അതും എടുക്കണ്ട. മത്തായി സുവിശേഷം 7:22-23 അവര് അന്ത്യനാളിൽ പറയുന്ന കാര്യമാണ്. മത്തായി 7:22-23. See Matthew chapter 7:22 and 23. So we don't have the time to read. So we will not read. So കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. നോക്കുക, അവിടെ ഭൂതങ്ങളെ പുറത്താക്കി വീര്യപ്രവൃത്തി ചെയ്തു എന്ന് പറയും. പക്ഷെ കർത്താവ് പറയുന്നു എന്നെ അറിയത്തില്ലെന്ന്. So what we see there, Matthew 7:22 and 23. Many people will come. They will say, I have prophesied and I have done exorcism, cast out demons. I did so many miracles. But the next verse, God says that, Jesus says, I don't know you. I don't know you. What do you mean by that? So there we see people exercise the gifts on the emotional realm. So many people, listen me carefully, so many people exercise the spiritual gifts like prophecy, casting out demons,
doing miracles on an emotional realm. At the same time, they have not come to a true understanding of Christ, right understanding of Christ. So let me conclude there. So that point. See, mere belief in supernatural power for miracle will not lead us into salvation. Only a genuine confession of our conviction of who Christ truly is will lead us to destiny. Let me repeat again, so it is there on the. So simple belief in the power of God that he will do miracle, that will not take us to destiny, eternal destiny. That will not take us to salvation. Rather, we need a genuine confession. How? Out of our conviction. We need to have authentic conviction who Christ is. That alone will take us to eternal salvation. പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്താണ് ഒരു ദൈവം അത്ഭുതം ചെയ്യുന്നവനാണെന്നും ഉള്ള ഒരു ദൈവത്തിന്റെ അമാനുഷിക ശക്തിയിലുള്ള ഒരു വിശ്വാസം എന്നെ നിങ്ങളെ നിത്യരക്ഷയിൽ കൊണ്ടു ചെന്നെത്തിക്കത്തില്ല. അതൊന്നും നിത്യജീവനിലേക്ക് കൊണ്ട് എത്തിക്കത്തില്ല. നിത്യജീവനിൽ എത്തണമെങ്കിൽ, നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പശ്ചാത്താപം. ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ഉറച്ച ബോധ്യവും ആ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പശ്ചാത്താപവും മാത്രമേ നിത്യരക്ഷ എത്തിക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. എന്നാൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം കിട്ടുമെന്നേ യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാവർക്കും. അത് നമ്മൾ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. So that's what I said. We need to understand. We need to allow all, therefore, what God is expecting. We need to allow all our emotions, right? Good emotions to be converted as mean to strengthen our conviction and faith in the Lord. We need to allow all our godly emotions, the joy, the peace, and you see everything, happiness, to be converted into means that will strengthen our conviction and our faith in the Lord Jesus Christ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ അത്ഭുതങ്ങൾ വിശ്വാസം വേണം. അത്ഭുതം നടക്കും, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്, വിശ്വാസം വേണം. പക്ഷെ അത് മാത്രം പോരാ. ആ സിമ്പിൾ വിശ്വാസമല്ല, അതിനപ്പുറമായി ഈ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഈ അത്ഭുതങ്ങളെ നിന്നും സ്തോത്രം നമുക്കൊരു വികാരം ഉണ്ടാകും, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ആ വികാരങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവ് ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നയിക്കണം നമ്മെ. കർത്താവിന് സ്തോത്രം. അവനുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. അവൻ ആരാണെന്നുള്ള ബോധ്യത്തെ ദൃഢീകരിക്കണം, അതിനെ ശക്തമാക്കണം. അങ്ങനെ ഉറച്ച ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും വരണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൂത് കേട്ടതുകൊണ്ട് അർത്ഥമായില്ല സഹോദരങ്ങളെ. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എടുക്കേണ്ട. നമ്മൾ വായിക്കുന്നു എബ്രായ ലേഖനം 4:2, Hebrew 4:2, we read a verse that they also heard a message. The people of Israel, they heard a message, but that did not benefit to them for salvation. They heard the message, but that message did not benefit to them. The problem was not with the message or the messenger, but the problem was with those who heard. It did not benefit to them. കർത്താവിൽ അവരും നമ്മെ പോലെ കേട്ടു, പക്ഷേ എന്തു പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടായില്ല. കേട്ടത് ഉപകാരമായി വരണം, വായിക്കുന്ന ഉപകാരമായി മാറണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ പ്രവൃത്തികളൊന്നും സന്തോഷിക്കുമ്പോൾ ആ സന്തോഷവും സമാധാനവും ഉപകാരപ്രദമായി വരണം. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. See who our God is. We need to understand. ഈ രണ്ട് തലത്തോളം ബന്ധത്തിലാണ്. Many people think that our God is he is an impossible God. Not impossible, impassible. Impassible God means it is a theological conviction that God has no emotion. God is not interested in our feelings. He is a feeling-free God. Or another way, he is an apathetic God. No. See, our God is not an impassible God, nor an apathetic God, but our God is a
God who sympathizes with his people and intervenes in the affairs of his people. That we need to understand. പ്രിയപ്പെട്ട വിശ്വാസികളെ, ചിലർ വിചാരിക്കുന്നറിയാമോ, നമ്മുടെ കർത്താവ് ഒരു നിർവികാരിയാണ്. നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമേ ഇല്ല, അവരൊരു ഉത്സാഹവും ഇല്ല. സ്തോത്രം. അത് പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ വന്നുകൊണ്ട് ചിലർ വിചാരിക്കുന്നോ നമ്മുടെ കർത്താവിന് ഒരു ഉത്സാഹവും ഇല്ല, പ്രാർത്ഥിച്ചിട്ട് ഒന്നും മറുപടി ഇല്ല. പുള്ളിക്ക് ഇതൊന്നും നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ലെന്നാ തോന്നുന്നത്. എന്നെ ഞങ്ങളുടെ ഫീലിംഗ് എത്ര നാളായി ഞങ്ങളൊന്ന് കൂടെ നോക്കിയിട്ട് എല്ലാവരുടെ കൂടി എന്നാ 30 പേരെങ്കിലും 30 പേരായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനോ ഒന്ന് പ്രൈസിലോട് പറയാനോ അതിനും പറ്റത്തില്ല. എന്തൊരു കർത്താവപ്പ, ഒരു നിർവികാരി കർത്താവിന് സ്തോത്രം. ഇതാണ് പലരുടെ ചിന്ത. അങ്ങനെ വാ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കർത്താവ് നിർവികാരിയായ ഒരു ദൈവമല്ല. തന്റെ ജനത്തിന്റെ വിഷയത്തിന്മേൽ ഉത്സാഹമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരുവനല്ല. എബ്രായ ലേഖനം വളരെ വ്യക്തമായി 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വേദഭാഗം ഇങ്ങനെ വായിക്കും. മേബി 15-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്കുള്ള മഹാപുരോഹിതന്റെ പ്രത്യേകത വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണെന്ന്. ഉത്സാഹമില്ലാത്തവനല്ല, നിർവികാരിയായിട്ടുള്ള കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരാണ്? Who our God is. He is not an impassible God, or he is not apathetic. Rather, he is a God who sympathizes with us. Hebrews 4:15 ഒന്ന് വായിച്ചാട്ടെ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. കർത്താവിന് സ്തോത്രം. There we read that we have a God who sympathizes with us in our weakness. So dear children of God, we have a God who intervenes into every situation you and me undergo. He knows our emotion, he knows our pain, he knows our psychological, mental struggles, he knows our conflicts, and he knows what we carry within our heart. There may not be anybody to understand, but our God who understands, he sympathizes with us and he knows us. He knows our weakness, he knows our feelings, he knows our pain, he knows our grievances, and he sympathizes with us and he intervenes. നമ്മുടെ കർത്താവ്, പ്രിയപ്പെട്ട വിശ്വാസി വിചാരിക്കരുത് അവന് നമ്മുടെ വികാരത്തെ അറിയത്തില്ല, അവന് നമ്മുടെ ദുഃഖത്തെ അറിയത്തില്ല, അവന് നമ്മുടെ വേദന അറിയത്തില്ല, അവന് നമ്മുടെ സങ്കടത്തെ അറിയത്തില്ല വിചാരിക്കരുത്. നോ നോ, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മുടെ ദുഃഖങ്ങളെ അറിയുന്ന, നമ്മുടെ മനോവേദനയെ അറിയുന്ന ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും അപ്പനോടും അമ്മയോടും പാസ്റ്ററോടും വിശ്വാസികളോടും പറയാതെ വണ്ണം ഉള്ളിൽ തേങ്ങി ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് നടക്കുന്ന വികാരങ്ങളെ അറിയുന്ന കർത്താവ്, സ്തോത്രം, നമുക്കുള്ള മഹാപുരോഹിതൻ, നമ്മുടെ വേദനകളിൽ സഹതാപം കാണിക്കുന്നവൻ കർത്താവിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ. ഞാൻ 2 വേദഭാഗം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ നിർത്തട്ടെ. കർത്താവിന് See, when we come to Lord Jesus Christ, we know Bible very clearly says that when he was on this earth, our God, he who grieves with his people, our God grieves. That's what we can see in the Bible. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ യേശു കർത്താവ് നിർവികാരിയായ ഒരു കർത്താവിനെയല്ല, തന്റെ ജനത്തിന്റെ അവിടെ നമ്മൾ കാണുന്ന വേദനിക്കുന്ന ഒരു കർത്താവിനെയാണ്. എല്ലാ ഭാഗമൊന്നും പറയുവാൻ സമയമില്ല, ഞാൻ എടുക്കുന്നുമില്ല. 2 കാര്യങ്ങൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വേദനിച്ച 2 കാര്യങ്ങൾ, യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം വേദനിപ്പിച്ച 2 വിഷയങ്ങൾ. മറ്റൊന്നും വേദനിപ്പിച്ചില്ലെന്നല്ല, 2 വിഷയം മാത്രം ഞാൻ സമയ ചുരുക്കത്താൽ എടുക്കട്ടെ. See, I want to talk about just 2 things that grieve Jesus more than any other things. There are so many things that grieved Jesus when he was on this earth, but 2 things very badly grieved him. 2 things. കർത്താവിന്റെ സ്തോത്രം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്തോത്രം കഥ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 35 വരെ വാക്യാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. John 11:33-35. John 11:33. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ എവിടെ വെച്ച് എന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. താങ്ക് യു. ഇവിടെ നമ്മൾ കാണുന്നതെന്നറിയാം, നമുക്ക് കഥയെല്ലാം അറിയാം. 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോർജ് പാസ്റ്ററിലൂടെ നമ്മൾ കേട്ടതാണ്. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കുക ദൈവമക്കളെ, സ്തോത്രം. ഞാൻ പറയാൻ വരുന്നത്, അവൻ ദൈവമാണ്. കർത്താവ് യേശു ദൈവമാണ്. അവൻ ദൈവമാണ് എന്നിട്ടും
ഇവന് നന്നായിട്ട് അറിയാം കർത്താവിന് താൻ എന്താ ചെയ്യാൻ പോകുന്നേ. ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവിന് നന്നായിട്ട് അറിയാം. ബൈബിൾ പറയുന്നേ വ്യക്തമായിട്ട് അറിയാമല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അപ്പം കർത്താവിന് നന്നായിട്ട് അറിയാം എന്താ ചെയ്യാൻ നോക്കുക. നല്ല ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. യേശു കർത്താവിന് ഞാൻ ലാസറിനെ എഴുന്നേൽപ്പിക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ യേശു ദൈവമാണ്, ലാസറിനെ ഉയർപ്പിക്കും നല്ല ബോധ്യം ഉണ്ടായിട്ടും ശ്രദ്ധിക്കുക, മാർത്തയും മറിയയും കൂടെയുള്ളവരും കരഞ്ഞപ്പോൾ മനം നൊന്ത് അവരോടൊപ്പം കരഞ്ഞ കർത്താവ്. ഒന്നാമത്തെ യേശുവിനെ വേദനിപ്പിച്ച ഒന്ന്, ഹ്യൂമൻ പെയിനിൽ, മനുഷ്യന്റെ വേദനയിൽ യേശു വേദനിച്ചു. യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും അധികം വേദനിപ്പിച്ചെന്നറിയാമോ? സ്വോത്രം പാപത്തിന്റെ ഫലമായി, സ്വോത്രം ശാപം, ഇന്നലെ രാത്രി കേട്ടതുപോലെ ശാപമംഗലമായ, ശാപം നിറഞ്ഞ, ശാപഗ്രസ്തമായ ഈ ഭൂമിയിൽ, ഈ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദന കണ്ടപ്പോൾ യേശു കർത്താവിനോടൊപ്പം കരഞ്ഞു. അപ്പോൾ യേശുവിനെ ഈ ഭൂമിയിൽ വേദനിപ്പിച്ച ഒരു വിഷയം, കർത്താവിന് സ്തോത്രം, ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ സ്തോത്രം തന്റെ ജനം, മനുഷ്യകുലം വേദനിക്കുന്ന കണ്ട് നിർവികാരിയായിരുന്ന ഒരു കർത്താവിനെയല്ല, അവരോടൊപ്പം വേദനിച്ച് കരഞ്ഞ ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. We need to understand the first thing that caused Jesus to pain. Here we see that is over the pain of human pain. Over human pain. Jesus grieved, or Jesus was grieved over human pain. Here we see the story when even though Jesus was God and he knew what he would do, that he would raise Lazarus, why did he cry? There was no need for Jesus to weep because Jesus was God. He knew it very well. He would raise Lazarus. Then why did he cry? If he knew that the next moment I'm going to ask Lazarus to come out, I will raise Lazarus. Still he cried. The reason, because Jesus weeps over the pain of human being. Because Jesus, when he saw the human beings in this cursed earth with this fallen body, living in pain and death, the pain of death, the pain of separation, the pain of sickness. And so those things, caused Jesus to grieve. So even today, let me tell you, my God, my Savior, he grieved over my pain. സഹോദരങ്ങളെ, നിരാപാൽക്കാലം ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാനും നീയും വിശ്വസിക്കുന്ന കർത്താവ് എന്റെ നിങ്ങളുടെ വേദനയിൽ സ്വോത്രം പ്രിയപ്പെട്ടവരാരെങ്കിലും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നല്ലായിരിക്കും, നാളുകളായി നിങ്ങളുടെ അപ്പനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ നിങ്ങൾ വേർപെട്ടുപോയി. നാളുകളായിട്ടും ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളെ ആ ദുഃഖം ചിലപ്പോഴൊക്കെ കുത്തി നോവിക്കുന്നുള്ള ആരെങ്കിലും ഒന്ന് കേൾക്കുന്നെങ്കിൽ, ഓർക്കുമ്പോഴൊക്കെ കണ്ണുനീര് വരുന്നെങ്കിൽ, സ്വോത്രം നിങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ ഏതുമാകട്ടെ, മാറി നിൽക്കുന്ന നിർവികാരിയായ ഒരു കർത്താവിനെ അല്ല, എന്താണ് താൻ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ടും മനുഷ്യന്റെ വേദനകളിൽ അവരോടൊപ്പം വേദനിക്കുന്ന ഒരു കർത്താവ്. ഇനി രണ്ടാമത്തെ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഒറ്റ വാക്യം സ്തോത്രം വായിക്കുന്നു, മത്തായി 11:21. We can second thing we see that grieved Jesus. So Matthew 11:21, മത്തായി 11:21. ബെത്സൈദേ, നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിന് സ്തോത്രം, ഇവിടെ ഈ പട്ടണത്തിൽ സ്തോത്രം, ഈ പട്ടണങ്ങളിൽ ബെത്സയിലും കോരസിലും എന്താണെന്നറിയാം, ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. ഈ നടന്ന അത്ഭുതം കർത്താവ് പറയുകയാണ്, സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവര് മാനസാന്തരപ്പെട്ടേനെ. ഇതോർത്ത് ആ കഷ്ടം നമ്മൾ ജഡ്ജിയല്ല, കർത്താവിന്റെ കരച്ചിലാ കാണാൻ കഴിയുന്നത്. സോ ഇവിടെ കർത്താവിന്റെ ഡീപ് സൈസാ, കർത്താവിന്റെ ദീർഘശ്വാസ. കർത്താവ് കരയുകയാണ്, അയ്യോ നിന്നിൽ നടന്ന വീര്യപ്രവൃത്തി,
നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ മറ്റെവിടെങ്കിലും നടന്നിരുന്നുവെങ്കിൽ, മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ നടന്നിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും വീട്ടിൽ നടന്നിരുന്നെങ്കിൽ എന്നെ അവർ മാനസാന്തരപ്പെട്ടേനെ. ഈ പൽക്കാലം സ്വന്തം ദൈവം യേശു കരഞ്ഞ രണ്ടാമത്തെ വിഷയം, ഫസ്റ്റ് വൺ, മനുഷ്യന്റെ വേദന കണ്ടിട്ട് കർത്താവ് വേദനപ്പെട്ടു. രണ്ടാമത്, അനുഭവിക്കാത്ത മനോഭാവം കണ്ടപ്പോൾ കർത്താവ് വേദനപ്പെട്ടു. അതായത് അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും ദൂത് കേട്ടിട്ടും വചനങ്ങൾ കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത, അനുഭവിക്കാത്ത മനോഭാവം കണ്ടിട്ട് കർത്താവ് കരഞ്ഞു. കാരണം എന്തറിയാമോ? അതിന്റെ എന്റെ റിസൾട്ട് ന്യായവിധിയാണ്. കർത്താവിന് സഹിക്കാൻ കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇന്നും കർത്താവ് വേദനപ്പെടുന്ന ഒരു വിഷയം, ഇന്നും കർത്താവ് വേദനിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് കൊറോണ വരുമ്പോൾ, കൊറോണ വന്ന് വിശ്വാസികൾ മരിച്ചു, കൊറോണ വന്ന് വിശ്വാസികൾ മരിക്കത്തില്ലെന്ന് പറയരുത്. മരിക്കും. കർത്താവിന്റെ ദാസന്മാർ മരിച്ചു, ലോകത്തങ്ങ് മാറ്റപ്പെട്ടു. ആ വേദനയിൽ അവര് കരഞ്ഞില്ലേ? പ്രിയപ്പെട്ടവർ കരഞ്ഞു. വിശ്വാസികളായവരുടെ പ്രിയപ്പെട്ടവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവസഭ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും നീയും കരഞ്ഞു പ്രാർത്ഥിച്ച എത്രയോ ചില കൊറോണ വ്യക്തികളെങ്കിലും ലോകത്തിൽ മാറ്റപ്പെട്ടില്ലേ? മാരകരോഗത്തിന് അടിമയായി പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പേർക്ക് സൗഖ്യം തന്നു. ചിലർക്ക് ദൈവം സൗഖ്യം തന്നില്ലല്ലോ. ലോകത്തിൽ മാറ്റപ്പെട്ടില്ലേ? നീ വിചാരിക്കരുത് നിർവികാരിയാണെന്ന് ദൈവം. അല്ലവേ അല്ല. നിന്റെ വേദന അറിയത്തില്ല വിചാരിക്കരുത്. അല്ലല്ല, നിന്നോടൊപ്പം സ്വോത്രം സ്വോത്രം നിന്റെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ സ്വോത്രം ഇവിടെ വേർപാടിൽ ദുഃഖിക്കുമ്പോൾ, കൊറോണ സാഹചര്യം വരുത്തിയ സാഹചര്യം നിമിത്തം മരിച്ചുപോയവരുടെ സ്വോത്രം പ്രിയപ്പെട്ടവരുടെ വേദനകളിൽ മാറി നിന്നൊരു ദൈവമല്ല. ആ വേദനയോടൊപ്പം അവന്റെ വേദനയിൽ വേദനപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം, നമ്മുടെ കർത്താവ് വേദനപ്പെടുന്ന കർത്താവാണ് നമ്മുടെ വേദന. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാകുന്ന രീതിയിൽ കർത്താവിന്റെ വചനം നിരന്തരമായി പ്രഘോഷിക്കപ്പെട്ടിട്ടും, നിരന്തരം സ്തോത്രം ഉപദേശിക്കപ്പെട്ടിട്ടും, നിരന്തരം വായിച്ചു കേട്ടിട്ടും, ഹല്ലേലൂയ, പ്രസംഗിച്ചു കേട്ടിട്ടും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മാത്രമല്ല, നിന്റെ ഈ ഭൂമിയിലെ യാത്രയിൽ നിന്നെ രോഗിയാക്കാതെ, നിന്നെ തളർത്തിക്കളയാതെ, രോഗത്തിൽ അത്ഭുത സൗഖ്യം നൽകി തന്ന കർത്താവിന്റെ സ്തോത്രം, നിന്റെ ദുഃഖത്തെ മാറ്റി, നിന്റെ വേദനയെ മാറ്റി മറ്റു പലർക്കും സംഭവിച്ചത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കാതെ വണ്ണം നിന്നെ കാത്തു പരിപാലിച്ച് അത്ഭുതം ചെയ്തിട്ടും, ദൂതുകൾ മാറി മാറി കേട്ടിട്ടും അനുഭവിക്കാത്ത വ്യക്തിയെ നോക്കി ദൈവം കരയുന്നു, യേശു കരയുന്നു, അവൻ വേദനപ്പെടുന്നു. കാരണം സ്തോത്രം സ്തോത്രം, ആ നിമിഷം, അനുഭവിക്കാത്ത നിമിഷം ക്രിസ്തു തിരിച്ചു വന്നാൽ, രണ്ടാം വരവ് വന്നാൽ അവൻ നിത്യദണ്ഡനത്തിൽ പോകും. ക്രിസ്തുവിന് സഹിക്കാൻ കഴിയത്തില്ല. ആ വേദനയുടെ ഉൾക്കൊണ്ടാണ് കർത്താവ് കാൽവറിയിൽ മരിച്ചത്. ഇന്ന് പൽക്കാലം എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം. Can we all close our eyes? See why Jesus grieves. Second thing, Jesus grieves over the unrepented attitude. Here Jesus says that he is weeping over unrepented cities like Jerusalem, like Chorazin, like Bethsaida. Jesus says that if there would have been some of the miracles that happened in some other cities, as happened in your life, in your city, they would have repented. So these cities did not repent, and so Jesus is grieving, weeping over. Even today also Jesus grieves over two things. One, over the pain of human being, of his people. Second, he grieves over the unrepented attitude of his people. Even after seeing so many miracles, even after hearing so many messages, still living an unrepented attitude, Jesus grieves over. Shall we pray to the Lord? Lord, grant us the grace. Hallelujah. Grant us the grace, O Lord. കർത്താവേ, കൃപ തരണം. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, പൽക്കാലം ദൈവമേ, മാനസാന്തരപ്പെടാത്ത അനുഭവത്തിൽ എന്നെ വിടുവിക്കണം. വചനത്തിനു മുമ്പാകെ വിറയ്ക്കുവാൻ കൃപ തരണം. വചനം ഏറ്റെടുപ്പാൻ കൃപ തരണം. മാനസാന്തരപ്പെടുവാൻ കൃപ തരണം. Shall we pray, Lord, grant me the grace to repent over
Lord, grant me the grace not to have an unrepented attitude. Pluck it out, oh Father. Grant me the grace to pluck it out. Purge it out, oh Father. Grant me a repented attitude. കർത്താവേ, ഒരു റെപ്പന്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്ക് തരണമേ. മാനസാന്തരമുള്ള മനോഭാവം തരണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless us with this word.